മാർച്ച് 31, അതായത് ഇന്നലെ അതിരാവിലെ തന്നെ റേഷൻ കടയ്ക്ക് ഒന്ന് പോയിട്ടാ. മാസാവസാനം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അറിയാം. അതുകൊണ്ടാണ് ഞാനും എൻ്റെ കൂടെ നേരത്തെ തന്നെ വന്നത്. ഇടത് കൈയും വലത് കൈയും മാറി മാറി വെച്ചു. ഫോണിക്കാണെങ്കിൽ OTP വരുന്നുണ്ടായിരുന്നില്ല കേട്ടാ. കടയിൽ തിരക്കായപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവില് ഞാൻ ഫിംഗർ വെച്ച് സെറ്റ് ആയിട്ടാ. 2 കിലോ അരി മാത്രമാണ് കേട്ടാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അബോക്കർക്കാട് ഓട്ടോറിക്ഷയിലാണ് കേട്ടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അരി വീട്ടിൽ വെച്ചതിന് ശേഷം ഞാൻ നേരെ വിഷ്ണുമാമന്റെ വീട്ടിലേക്കാണ് കേട്ടാ പോയത്. വിഷ്ണുമാമന്റെ അച്ഛൻ്റെ അടിയന്തരായിരുന്നു. ഒരുപാട് സ്നേഹമുള്ള അച്ഛനായിരുന്നു കേട്ടാ. ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ എന്നോട് കുറെ നേരം സംസാരിക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടാ. വീട്ടിലെത്തി വെയിലാറിയതിനു ശേഷം ഞങ്ങൾ പിന്നെ പ്രവിതേച്ചിനെ ഒന്ന് കാണാൻ പോയിട്ടാ. നവാസ് മാമനും അനകേച്ചിയും ചിമ്മേച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പ്രവിതേച്ചി സ്കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് ഉളുക്കിയിട്ട് ചെറിയൊരു ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ചേച്ചിയോട് ഡോക്ടറെ കാണിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടാ. പിന്നെ എല്ലാവരും കുറച്ചു നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടാ വീട്ടിലേക്ക് പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.